ആരോഗ്യം നേടാമെന്നും ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാമെന്നും വളരെ എഫക്റ്റീവായിട്ട് ഏതൊരു സാധാരണക്കാരനും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന വ്യക്തിത്വം. അത് മാത്രല്ല, അദ്ദേഹം ഒത്തിരി പത്രമാധ്യമങ്ങൾ ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. അത് ഒരുപാട് മാഗസിനുകൾ വരുന്നുണ്ട്. ഭാരതദേശം, അതേപോലെ കേരള കൗമുദി, അതേ മാത്രല്ല ആരോഗ്യ മാസിക, ദേശ ശബ്ദം, അങ്ങനെ ഒരുപാട് മാഗസിൻ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഒത്തിരി ആളുകളിലേക്ക് ഇദ്ദേഹത്തിന്റെ ഒരുപാട് സ്പീച്ചും കാര്യങ്ങളും ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയ അറിവ് അദ്ദേഹത്തിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, ഇന്നൊരു ഡോക്ടർ പഠിച്ചെടുക്കുന്ന കഴിവ് ആ ഡോക്ടർ നേട്ടത്തിനാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല, ഒരു സമൂഹം എങ്ങനെ ഒരു ഹെൽത്തി വെൽത്തി നാഷനാക്കി കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇന്ന് ആഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രേറ്റ് വിഷണറി, അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ വലുപ്പം, അതാണ് അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നതും നമ്മൾക്ക് ആ അവയർനെസ് കിട്ടുന്നതും. ഇന്ന് അദ്ദേഹം ഇന്ന് കൈകാര്യം ചെയ്യുന്ന ടോപ്പിക് ഇന്ന് ഏവരും ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള സാധനമാണ്. ഇന്ന് മനസ്സ് ആഗ്രഹിച്ചെടുത്ത് ശരീരം എത്തുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെ ആഗ്രഹമാണ്. ജോയിന്റ് ഹെൽത്ത്, ഇന്ന് ആ ജോയിന്റ് ഹെൽത്ത് വീക്ക് ആവുന്നു. അതോടൊപ്പം തന്നെ സന്ധിവാദം, ആമാത പ്രശ്നങ്ങൾ വന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ വരാതെ നോക്കാം, വന്നാൽ അങ്ങനെ ആരോഗ്യം കൈവരിക്കണം അദ്ദേഹം ഇന്ന് നമ്മളെ കണക്ട് ചെയ്യുന്ന ടോപ്പിക്. അപ്പൊ ആ ടോപ്പിക്, ഈ അറിവ് നമ്മൾ എടുക്കുന്നതോട് കൂടി നമ്മളെ ജോയിൻ നമുക്ക് ഹെൽത്തി ആക്കാം. അതോടൊപ്പം നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ വരാതെ നോക്കുകയും ചെയ്യാം. ഇന്ന് ഇതിനു വേണ്ടി ഈ ടോപ്പിക് കൈകാര്യം ചെയ്യുന്ന വ്യക്തി, ദ ലെജൻഡറി പേഴ്സൺ, ദ വെൽനസ് എക്സ്പെർട്ട്, യെസ്, ഇൻ ഇന്ത്യ ഓർ ഇൻ അബ്രോഡ്. അപ്പൊ ഇത്രമാത്രം ഒരു ഫാക്ടറി നമ്മൾ കിട്ടിയ ഇസ് എ ലക്കി. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തർ ആ പാനും ഡയർ ഉപയോഗിച്ച് ഇന്നത്തെ ഈ സെഷൻ ഹൃദയത്തോട് ചേർത്ത് എടുക്കുക. അദ്ദേഹം നമുക്ക് ഒരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആ ലെജൻഡറി പേഴ്സൺ, ആ മഹത് വ്യക്തിത്വത്തെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാം. Warm welcome the legendary person, wellness expert Rakesh Madhavan sir. Warm welcome on the online platform. Thank you. കേൾക്കുന്നുണ്ടല്ലോ ആർക്കെ സർ? യെസ്, ഓഡിബിൾ ആണ് സർ. ഓക്കെ, ഞാനൊന്ന് താഴോട്ട് ഇറങ്ങിക്കോട്ടെ. സാറ് പറഞ്ഞ കാര്യത്തിന് പൊന്തി കുറെ മേലോട്ട് പോയി ആകാശത്തോളം മേലോട്ട് പോയിട്ടുള്ളത്. ഞാനൊന്ന് താഴോട്ട് ഇറങ്ങി വന്നോട്ടെ. ആർക്കെ സാർ ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടില്ല. സാറ് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ആകാശത്തോളം പൊങ്ങിപ്പോയി. ഓക്കെ, വെരി ഗുഡ്. ഏതായാലും എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു 300ന്റെ മേലെ ആൾക്കാരെയും കൊണ്ടാണ്, അല്ലെ 300 പേരായി റൗണ്ടാണ് ആൾക്കാർ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം ശരിക്കും പറഞ്ഞാൽ ജോയിന്റ് ഹെൽത്ത് ആണ്, അല്ലെ? അതായത് നമ്മുടെ ശരീരത്തില് നമുക്ക് ചലിക്കാൻ, നീങ്ങാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു വലിയൊരു കാര്യമാണ് നമ്മുടെ ജോയിന്റ്, അല്ലെ? നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ജോയിന്റ് വേണം. അപ്പൊ ആ തരത്തിൽ നമ്മുടെ ജോയിന്റ്സിനെ കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഞാനടക്കം പറയില്ല. എന്തുകൊണ്ടില്ല? നമുക്ക് ഓരോ സ്ഥലത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആ അവയവത്തെ കുറിച്ചോ ആ ഭാഗത്തെ കുറിച്ചോ ചിന്തിക്കാറ് സാധാരണ. പക്ഷെ ശരിക്കും നമ്മുടെ ജോയിന്റിനെ കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെ കൈവിരലുകൾ എല്ലാവരും കൈവിരലുകൾ നോക്കിയേ. നമ്മളൊന്ന് കൈ തുറന്ന് അടച്ചു നോക്കിയേ, അല്ലെ? നമ്മുടെ ഈ തള്ളവിരലിന് 2 ജോയിന്റ്, ബാക്കി എല്ലാ വിരലുകൾക്കും 3 ജോയിന്റ്, അല്ലെ? അങ്ങനെ 10 വിരല് കയ്യിലും, കാലില് 10 വിരല്, അങ്ങനെ എല്ലാം കൂടി എത്ര ജോയിന്റ്സ് ഉണ്ട് നമുക്ക്? അതുമാത്രമാണോ? ഇവിടെ കഴുത്ത്, നമ്മുടെ ഷോൾഡർ, അല്ലെ? പിന്നെയോ നമ്മുടെ നടു, കാൽമുട്ട്, നടുവിന്റെ സൈഡിലായിട്ട് നമ്മുടെ 2 കാല് തൂക്കിയിട്ടിരിക്കുന്ന ഭാഗം, അതുപോലെ നമ്മുടെ മടമ്പിന്റെ ഭാഗം, അങ്ങനെ മൊത്തമായിട്ട് നമുക്ക് എത്ര ജോയിന്റ്സ് ഉണ്ട്? നമ്മുടെ വീട്ടിലൊരു സൈക്കിളോ അല്ലെങ്കിൽ ഒരു ഫാനോ എന്തെങ്കിലും ആവട്ടെ, ഒരു ഇരുമ്പിന്റെ ഒരു ഉപകരണം, നമ്മളൊരു സൈക്കിൾ എടുത്തിട്ട് കുറെ കാലം ഉപയോഗിക്കാണ്ട് എവിടെയെങ്കിലും ഒരു മൂലക്ക് വെക്കാന്നിരിക്കും. കുറച്ച് നാള്, ഒരു 2 മാസമോ 3 മാസമോ, ചിലപ്പോൾ 1 വർഷമോ, ചിലപ്പോൾ 2 വർഷമോ. ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാർ അവരുടെ സ്കൂട്ടറൊക്കെ കുറെ കാലം വരെ എടുക്കാണ്ടൊക്കെ വെക്കും, അല്ലെ? അത് ചിലപ്പോൾ സൈക്കിൾ ആയിരിക്കാം. ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, നമ്മൾ 2-3 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വെച്ചിട്ട് പോയതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിൽ ധാരാളം റെസ്റ്റ്, അതായത് തുരുമ്പ് അതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ടാവും. അത് തന്നെ നമ്മൾ ഇവിടെ ഓർക്കാം.
നമ്മുടെ ജോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള, നമ്മളെ ഒന്ന് ചലിക്കാൻ, ഒന്ന് കിടന്നിടത്ത് എഴുന്നേൽക്കാനോ ഇരുന്നിടത്ത് നിൽക്കാനോ നിന്നിടത്ത് നടക്കാനോ ഒന്ന് ഓടാനോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ, ഒന്ന് ബാത്റൂമിൽ ഇരിക്കണോ അല്ലെങ്കിൽ അടുക്കളയിൽ എന്തൊക്കെ ചെയ്യണോ, നമ്മളൊരു വാഹനം ഓടിക്കണോ, അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് ഈ ജോയിന്റുകളാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ നമുക്ക് വളരെയേറെ സഹായിക്കുന്ന, നമ്മളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ ആ ഒരു ജോയിന്റ്, ഈ ജോയിന്റിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്നോ കടമാണെന്നോ മാത്രം പറഞ്ഞാൽ അത് ചെറിയ വാക്കായിരിക്കും. നമ്മളെ വലിയൊരു നീഡാണ്, ആവശ്യം അല്ലെ, അല്ലെങ്കിൽ വലിയൊരു അത്യാവശ്യമാണ് നമുക്ക് ഈ ജോയിന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ അവയവങ്ങളും വളരെ പ്രധാനമാണ്, അത് വളരെ വിലയേറിയതാണ്, മൂല്യമേറിയതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജോയിന്റ്സിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം വളരെയേറെയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജോയിന്റിനെ പരിപാലിക്കാം എന്നാണ് നമ്മുടെ ഇവിടെ ആദ്യം പറയാൻ പോകുന്നത്. നമ്മുടെ ജോയിന്റിനെ പരിപാലിക്കാൻ ആദ്യം വേണ്ടത് ചെറിയ ചെറിയ ആയാസം, അതായത് വ്യായാമം എന്ന് പറയുന്ന വാക്ക് ആർക്കും ഇഷ്ടമല്ല. ആ വ്യായാമം എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ കുറെ കണ്ടതാന്നുള്ള രൂപത്തിലാണ് എല്ലാവരുടെയും ഭാവം. പക്ഷെ ചെറിയ ചെറിയ ആയാസം എന്ന് പറയുമ്പോൾ ആർക്കും വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കുന്നു. എന്താണ് ആയാസം? ഒന്ന്, എന്തെങ്കിലും ഒന്ന് നിലത്തേക്ക് വീണുപോയാൽ കുനിഞ്ഞിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കണം. നേരിട്ട് അങ്ങ് കുനിയണ്ട, ഒന്ന് മുട്ടുമടക്കി കുനിഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ അടിച്ചു വാരാൻ ഉള്ള, പണ്ടൊക്കെ ആൾക്കാരെ ചെറിയ ചൂലുകൊണ്ട് കുനിഞ്ഞ് അടിച്ചു വാരി, ഇന്ന് വലിയ ചൂലുകൊണ്ട് കുനിയാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നു. മുമ്പ് ആൾക്കാർ അലക്കിയത് കല്ലുമിരിട്ട് അലക്കുന്നു അല്ലെങ്കിൽ കുനിഞ്ഞ് നിന്ന് ഉരുമ്പുന്നു, അങ്ങനെയൊക്കെയാണ്. ഇന്ന് വാഷിംഗ് മെഷീനാണ് അല്ലെ, ഓൺ ചെയ്ത് കൊടുത്താൽ എല്ലാം അവിടെ നടന്നു. അതുപോലെ തന്നെ അരക്കുന്ന കാര്യം, പണ്ട് എങ്ങനെയാണ് നമ്മൾ അരച്ചത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. കുയ്യമ്മിയിലും അതുപോലെ മറ്റുള്ള അമ്മിയിലും കല്ലുകൊണ്ടുള്ള അമ്മിയിലൊക്കെയാണ് അരച്ചതും നമ്മുടെ അരിയാട്ടിയതൊക്കെ. പക്ഷെ ഇന്ന് അതിനൊന്നുള്ള സാവകാശം നമുക്ക് ഇല്ല. അതുകൊണ്ട് ഗ്രൈൻഡറും മിക്സിയൊക്കെ വന്നു. അങ്ങനെ നമുക്ക് കുനിയാനും മടങ്ങാനും നടക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ നമ്മുടെ ആരോഗ്യം കുറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ നാൾ എടുക്കാണ്ട് വെച്ച സൈക്കിളോ അല്ലെങ്കിൽ അതുപോലെ സ്കൂട്ടറോ ഒക്കെ പോലെ നമുക്ക് ആനാൻ അവസ്ഥ വരുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു? തുരുമ്പെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ആ ജോയിന്റ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായി മാറും. അവസരങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ത് തന്നെയായാലും ആരായാലും വേണ്ടത് ചെറിയ ചെറിയ വ്യായാമങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആയാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ നൽകി. എന്താണ് ആയാസം? ഞാൻ പറഞ്ഞു, കുനിയാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കുനിയാൻ. നമ്മൾ ചെറിയൊരു കാര്യത്തിന് പോലും നമ്മൾക്ക് കുനിയാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ കുനിയാനുള്ള അവസരങ്ങൾ എത്രമാത്രം നമുക്ക് ലഭിക്കും. കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണുപോയി അല്ലെങ്കിൽ നിലത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ അടിച്ചു വാരുന്നത് കുനിഞ്ഞിട്ട് അടിച്ചു വരാനുള്ള ശ്രമം, അലക്കുന്നത് കുറച്ചെങ്കിലും കുനിഞ്ഞിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതൊന്നും പറ്റുന്നില്ലെങ്കിൽ കുനിയാനുള്ള ചെറിയ ചെറിയ ആയാസങ്ങൾ നമ്മൾ ചെയ്യുക. അതാണ് നമ്പർ 1. നമ്പർ 2, നമ്മുടെ ശരീരത്തിന് വിയർക്കണം. അതായത് നമുക്ക് ശരീരത്തിനകത്ത് ധാരാളം മാലിന്യങ്ങളും വിഷാംശങ്ങളും കെട്ടിക്കിടക്കാറുണ്ട് അല്ലെ. എങ്ങനെയാ കെട്ടിക്കിടക്കുന്നത്? പലതും നമ്മുടെ ശരീരത്തിന്റെ ആയാസക്കുറവ് കാരണം രക്തഓട്ടമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒഴിവാക്കിയെടുക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ചെറിയ ചെറിയ ആയാസങ്ങളിലൂടെ രക്തോട്ടം, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവ് ആകാനുള്ള അവസരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താം. അപ്പൊ എന്ത് വേണം? നമ്മുടെ ശരീരത്തിന് പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട്, അതായത് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്ന് ചെറിയ ചെറിയ ആയാസങ്ങൾ അല്ലെങ്കിൽ വ്യായാമങ്ങൾ. വിയർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ വിയർക്കണം. ദിവസവും ഒരു തവണയെങ്കിലും വിയർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ മഴക്കാലൊക്കെ തുടങ്ങിയാൽ വിയർപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചിലപ്പം എന്താ പറയണ്ടേ, വിയർക്കാനുള്ള സാഹചര്യം കുറയുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ വ്യായാമം ചെയ്താലും വിയർക്കണം എന്നില്ല. എങ്കിലും വ്യായാമം ചെയ്യാൻ ഒരിക്കലും അത് കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യരുത്. നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയാസം ചെയ്യുക, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ താല്പര്യമാണെങ്കിൽ വ്യായാമം ചെയ്യാം. എന്ത് വ്യായാമം ചെയ്യണം? അതാണ് ആളുകളുടെ ഒരു പ്രശ്നം. യോഗ പഠിച്ച ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും യോഗാഭ്യാസം എന്ന് പറയുന്നത് നല്ലൊരു വ്യായാമമാണ്. നമുക്കറിയാം, ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചിരുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് പോയിട്ട് യോഗ പോലുള്ള നല്ല വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ജോയിന്റുകൾക്കും അതുപോലെ എല്ലാ അവയവങ്ങൾക്കും, ഹൃദയമായിക്കോട്ടെ, നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നല്ല ആരോഗ്യം നൽകാനുള്ള യോഗ മുറകൾ ധാരാളം. അത് നമ്മൾ നിർബന്ധമായിട്ടും പരിശീലിക്കുക, നിർബന്ധമായിട്ട് ദിവസവും ചെയ്യുക.
30 മിനിറ്റ് ദിവസവും വ്യായാമം ചെയ്യുക. അത് യോഗയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി യോഗയല്ല മറ്റുള്ള എന്തെങ്കിലും ഇഷ്ടമെങ്കിൽ അത് നിർബന്ധമായിട്ട് ചെയ്യുക. സ്കിപ്പിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ സ്കിപ്പിംഗ് നല്ലൊരു വ്യായാമമാണ്. നീന്തൽ മഴക്കാലം വരികയാണ്, നല്ല കുളത്തിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. നീന്തൽ ഇഷ്ടമാണെങ്കിൽ നീന്തൽ ചെയ്യാം. അതുപോലെ സൈക്ലിംഗ് ആണെങ്കിൽ അത് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ദിവസം ഒരു 30 മിനിറ്റ് നടന്നാൽ തന്നെ നമുക്ക് ധാരാളം നടക്കാനുള്ള ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമത്തിലൂടെ നമുക്ക് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ശരീരത്തിന് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത എന്താണ്? വെള്ളം. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. മഴക്കാലത്ത് വെള്ളം കുടിക്കാൻ ദാഹിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ വിയർക്കുന്നില്ല, അതുപോലെ തണുപ്പാണ്. ആ സമയത്ത് നമുക്ക് ദാഹിക്കുകയില്ല. അതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കരുത്. മഴക്കാലത്താണ് നമ്മൾ ഏറ്റവും അധികം മൂത്രം ഒഴിക്കുന്നത്. കാരണം സാധാരണ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, അതൊരിക്കലും നിൽക്കുന്നില്ല. ആ ശരീരത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അവസാനം വരുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാനാണ് നമ്മൾ മൂത്രം ഒഴിക്കുക എന്നൊരു പ്രോസസ്സ്, അല്ലെ? അപ്പൊ മൂത്രം ഒഴിച്ചുകൊണ്ടേയിരിക്കും മഴക്കാലത്ത്. അപ്പൊ എന്ത് ചെയ്യണം? ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ആവശ്യം വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പൊ മഴക്കാലമാണ്, എനിക്ക് ദാഹിക്കുന്നില്ല അതുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. ദിവസവും ചുരുങ്ങിയത് ഒരു 2 ലിറ്റർ എങ്കിലും വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. എല്ലാവരും ദാഹിച്ചാലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കുക. എന്തുകൊണ്ട് വെള്ളം? നമ്മുടെ ബോഡിയിൽ 70% വെള്ളമാണെന്ന് നമുക്കറിയാം. ആ വെള്ളം നമ്മൾ കുടിച്ചാലേ കിട്ടുള്ളൂ എന്ന് കൂടി അറിയാം. നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നില്ല. വെള്ളം എവിടുന്നെങ്കിലും വന്ന് നിറയില്ല. നമ്മൾ വായയിലൂടെ കുടിച്ചാൽ മാത്രമേ ശരീരത്തിലേക്ക് വെള്ളം എത്തൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ശരീരത്തിനകത്ത് വെള്ളം ഇല്ലാതിരുന്നാൽ മാരക രോഗങ്ങൾ വരുമെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മാരക രോഗങ്ങളെ ചെറുക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് വെള്ളം. ശരിക്കും ഒരു ജലചികിത്സ എന്ന് പറയുന്ന ചികിത്സാ രീതി കൂടിയുണ്ട് നമുക്ക്. അതായത് വാട്ടർ തെറാപ്പി. നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ട് രോഗങ്ങളെ മാറ്റുന്ന ചികിത്സാ സമ്പ്രദായം എന്ന് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ചുരുങ്ങിയത് ഒരു 2 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കുക. 4 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ മഴക്കാലത്ത് അത്രയും കുടിക്കാൻ പറ്റില്ല. പക്ഷെ 2 ലിറ്റർ കുടിക്കണമെന്നത് നിർബന്ധമാണ്. ഉഷ്ണകാലത്ത് 4 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. ഇനി വെള്ളം കുടിച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒന്ന്, നമ്മുടെ രക്തം വർദ്ധിക്കും. കാരണം സ്ത്രീകൾക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് രക്തത്തിന്റെ കുറവ്. പൊതുവെ സ്ത്രീകൾക്ക് ഹീമോഗ്ലോബിൻ 13 ഒക്കെയാണ് വേണ്ടതെങ്കിലും പലപ്പോഴും 8, 9, 10 ഒക്കെയാണ് ഉണ്ടാവാറ്. ചിലപ്പോൾ 6 ഒക്കെയാണ് ഉണ്ടാവാറ്. അങ്ങനെയുള്ള ആളുകൾക്ക് ബ്ലഡ് കൂടാതിരിക്കുന്നതിന്റെ ഒരു കാരണം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ്. അപ്പൊ നിർബന്ധമായിട്ടും ദിവസവും നമ്മളൊരു 2 ലിറ്റർ വെള്ളം മിനിമം കുടിക്കുക. അതായത് ശുദ്ധമായ വെള്ളം. സാധാരണ ഈ ആൾക്കാരുടെ ഒരു ധാരണ, ഇപ്പൊ എന്റെ ക്ലിനിക്കിലൊക്കെ ആളുകൾ വന്നാൽ ഞാൻ ചോദിക്കാറുണ്ട്, എന്റെ ഒരു 10-20 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ വെള്ളം എത്ര കുടിക്കാറുണ്ടെന്നാണ്. അപ്പൊ ആൾക്കാർ അതിനെ തരുന്ന മറുപടി എന്താ അറിയോ? ഞാൻ ഇന്ന് 4 ഗ്ലാസ് ചായ കുടിച്ചു എന്നാണ്. അതായത് ചായ കുടിച്ചു എന്ന് പറയുന്നത് വെള്ളം കുടിച്ചു എന്നൊരു ധാരണയിലാണ് അവർ പറയുന്നത്. പക്ഷെ ഒരിക്കലും വെള്ളമല്ല ചായ. മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും വെള്ളത്തിന്റെ ജോലി ചെയ്യേണ്ടത് വെള്ളം തന്നെയാണ്. ചായ ഒരിക്കലും വെള്ളത്തിന്റെ ജോലി ചെയ്യില്ല. ചില ആൾക്കാർ ചായയും കാപ്പിയും ജ്യൂസും പാലും ഇതൊക്കെ കുടിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ പെടുത്തും. ഒരിക്കലും പാടില്ല. നിങ്ങൾ ജ്യൂസ് കുടിക്കുന്ന ആളാണോ ചായ കുടിക്കുന്ന ആളാണോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. വെള്ളം എത്ര കുടിച്ചു എന്നുള്ളതാണ് വിഷയം. ചായയും കാപ്പിയും ജ്യൂസും പാലും ഒന്നും കുടിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, വെള്ളം കുടിക്കണം എന്നുള്ള നിർബന്ധമാണ്. നമുക്ക് ഇന്ന് കാണുന്ന പല മാരക രോഗങ്ങൾക്കും വഴിതെളിയിക്കുന്നതിന്റെ ഒരു കാരണം വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ശരീരത്തിലെത്തുന്ന മാലിന്യങ്ങളും വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടങ്ങുന്നത് കൊണ്ട് കൂടിയാണ്. അത് പുറന്തള്ളാൻ കൂടിയാണ് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ജോയിന്റ് ഹെൽത്തിന്, നമ്മുടെ ബോണിനും നമ്മുടെ നരമ്പുകൾക്കും നമ്മുടെ മസിലിനും ഒക്കെ വളരെ പ്രധാനമാണ് എന്ത്? വെള്ളം. അപ്പൊ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കാം. ഇനി ഭക്ഷണം. എന്ത് ഭക്ഷണമാണ് നമുക്ക് സാധാരണ ജോയിന്റ് ഹെൽത്തിന് ആവശ്യം? എല്ലാവരും പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇന്ന് പ്രായം ചെന്ന ആൾക്കാർ വരെ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായി മാറി. എല്ലാ ഹോട്ടലുകളിലും ഇന്ന് ഫാസ്റ്റ് ഫുഡ് എത്തിക്കഴിഞ്ഞു. വൈകുന്നേരങ്ങളിൽ പ്രത്യേക കൗണ്ടർ വഴി ഷവർമയും മറ്റും കൊടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കുഴിമന്തിക്ക് മാത്രമായിട്ടൊരു ഹോട്ടലുകൾ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ആ തരത്തിലുള്ള ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് ജനങ്ങൾ എത്തി എന്ന് മനസ്സിലാക്കിയ ഹോട്ടലുകളും സ്ഥാപനങ്ങളും ആ തരത്തിലേക്ക് മാറിയപ്പോൾ നമ്മളും അതിലേക്ക് മാറി എന്നുള്ളതാണ് സത്യം. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്ന് പറയുന്നത് നമ്മളെ രോഗത്തിൽ നിന്നും ആദ്യം രോഗത്തിലേക്ക് എത്തിക്കും, രോഗത്തിൽ നിന്നും രോഗങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് വളരെ വലിയ പങ്കുണ്ട്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതിനേക്കാൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നില്ല എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, പക്ഷെ ഭക്ഷണം കഴിച്ച്
കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വളരെ പ്രധാനം. അതായത് നമ്മുടെ നാവിന് മാത്രമാണ് രുചി. വേറെ ഒരു സ്ഥലത്തെത്തിയാലും രുചി എന്ന സംഭവം ബാധിക്കുന്നേയില്ല. അതായത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ടേസ്റ്റ് പിന്നാലെ പോകും അല്ലെ? ടേസ്റ്റിന്റെ പിന്നാലെ പോകുമ്പോൾ രോഗം നമ്മുടെ പിന്നാലെ വരും. അപ്പോ രോഗം നമ്മുടെ പിന്നാലെ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ രുചി ഉള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നാവിനെ പിടിച്ചാൽ ഓക്കെ. പക്ഷെ നാവ് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ഒരു പ്രശ്നമില്ല അല്ലെ? അവിടെ രുചിയൊന്നുമില്ലല്ലോ. വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രുചിയാണ് വിഷയം എല്ലാം. അപ്പൊ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗുണമുള്ള ഭക്ഷണമാണെങ്കിലോ ഉറപ്പായിട്ടും നമുക്ക് അത് ശരീരത്തിന് ഗുണം മാത്രമേ നൽകൂ. നേരെ മറിച്ച് നമ്മുടെ നാവിലൂടെ നല്ല രുചിയുള്ള ഭക്ഷണം കടത്തി വിട്ടു, പക്ഷെ അകത്തേക്ക് എത്തിയപ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്ത ഭക്ഷണമാണെങ്കിലോ എന്ത് സംഭവിക്കും? അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അല്ലെങ്കിൽ ചികിത്സിച്ചാൽ മാറാത്ത രോഗമായിട്ട് മാറും ക്രമേണ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരുടെയും ഭക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ധാരാളം ഹോട്ടലുകളുണ്ട്, ധാരാളം ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ എന്റെ നാട്ടില് സ്ഥലത്തിന്റെ പേരും സ്ഥാപനത്തിന്റെ പേരും ഞാൻ പറയുന്നില്ല, ഒരു പ്രശസ്തമായ ഒരു സ്ഥാപനമുണ്ട്, കുറെ ബ്രാഞ്ചുകളുടെ സ്ഥാപനം. ഈ സ്ഥാപനം എല്ലാ മാസവും എന്നോണം ആരോഗ്യ വകുപ്പ് റെയ്ഡ് ചെയ്ത് പിടിക്കാറുണ്ട്. അവരുടെ റെഫ്രിജറേറ്ററിലും അവരുടെ ഫ്രീസറിലൊക്കെ പിന്നെ പുഴു അരിക്കുന്ന ഇറച്ചിയൊക്കെ പലതവണ പിടിച്ചതാണ്. പക്ഷെ ഇതുപോലെ ഫൈൻ അടച്ചിട്ട് അവര് വീണ്ടും തുടങ്ങും. അത് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും, ന്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ കണ്ട ആൾ തന്നെ പിറ്റേന്ന് പോയിട്ട് ആ സ്ഥാപനത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഇതുപോലെ പൈസ കൊടുത്താൽ രക്ഷപ്പെട്ടു വരാൻ പറ്റും. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാരകമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭക്ഷണത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഭക്ഷണത്തിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന്, പച്ചിലകൾ ധാരാളം കഴിക്കണം. ഏറ്റവും നല്ലൊരു പച്ചിലയാണ് മുരിങ്ങയില, അല്ലെങ്കിൽ മുരിങ്ങയുടെ എല്ലാ വിഭവങ്ങളും. നമ്മുടെ മുരിങ്ങ കായ അടക്കം മുരിങ്ങയില നമ്മൾ ധാരാളം എത്ര അടുത്തടുത്ത ദിവസങ്ങൾ കഴിക്കുന്ന വളരെ ഗുണം ചെയ്യും. മുരിങ്ങയില കഴിക്കുമ്പോൾ ഒരു ഗുണം, അതിന്റെ ഒരു ഗുണം കൂടാനൊരു വഴി ഞാൻ പറയാം. കുറച്ച് മുരിങ്ങയില നമ്മൾ കഴുകി ഒരു കയ്യിലെടുക്കുന്ന അത്രയും മാത്രം മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെക്കുക. ചൂട് ചോറ് പ്ലേറ്റിലേക്ക് ഇടുന്നതിന് മുമ്പ് ആദ്യം തന്നെ മുരിങ്ങയില കഴുകിയത് കുറച്ച് ഇടുക. ഒരു കയ്യിലേക്ക് എടുക്കുന്ന അത്രയും, നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുന്ന അത്രയും മാത്രം മുരിങ്ങയില ഇടുക. അതിന്റെ മേലെ ചൂട് ചോറിടുക. അതിന്റെ മേലെ നമ്മൾ കറി ഒഴിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ കഴിക്കും. അത് വേവിക്കാതെ, മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മളെ ബ്ലഡ് കൂടാനായിക്കോട്ടെ, ശരീരത്തിന്റെ അകത്ത് ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നമുക്ക് ഹിമോഗ്ലോബിൻ കൂടാനും നമ്മുടെ ശരീരത്തിനകത്ത് വളരെയേറെ പോഷകങ്ങൾ കിട്ടാനും സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുരിങ്ങയില. അതുപോലുള്ള പച്ചിലകൾ ധാരാളം നമ്മൾ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കുക. അതുപോലെ പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും ദിവസവും ഒന്നോ രണ്ടോ പച്ചക്കറികൾ ദിവസവും ശരീരത്തിനകത്ത് ഉൾപ്പെടുത്തുക. അത് വേവിച്ചാലും വേവിക്കാതെ സാലഡ് രൂപത്തിലാക്കിയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ പഴങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ഭക്ഷണത്തിനകത്ത് ദിവസവും ഉൾപ്പെടുത്തണം. അത് ഏത് പഴമാണെന്നുള്ള ഒരിക്കലും വിഷയമല്ല. പ്രത്യേകിച്ച് ഈ പുളിപ്പുള്ള പഴങ്ങളാണ് ഏറ്റവും നല്ലത്. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും. അതായത് നമ്മുടെ മുന്തിരി, നമ്മുടെ ഓറഞ്ച്, അതുപോലെ എന്താ പറയാ, നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു സാധനമുണ്ടല്ലോ, പുളിപ്പുള്ള, അങ്ങനെയുള്ള പുളിപ്പുള്ള എല്ലാ ഭക്ഷണങ്ങളും, മുസമ്പി, അനാറ്, അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സും നമ്മൾ നിർബന്ധമായിട്ട് പുളിയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അത് നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ കടിച്ചു തിന്നുകയോ മുറിച്ചു തിന്നുകയോ ചെയ്യുക. കഴിയുന്നത് ജ്യൂസ് അടിക്കാതിരിക്കുക. കാരണം പണ്ടൊക്കെ ജ്യൂസ് എന്ന് പറയുന്നത് ജ്യൂസ് തന്നെയായിരുന്നു. ഇപ്പൊ ജ്യൂസ് എന്ന് പറയുന്നത് ജ്യൂസ് അല്ലാതായി. കാരണം അത് പാലും പഞ്ചസാരയും ഐസും ഒക്കെ ചേർത്ത് നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ ജ്യൂസിനെ. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഴങ്ങൾ എപ്പോഴും നേരിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. കടിച്ചു തിന്നാൻ പറ്റുന്ന പഴങ്ങൾ കടിച്ചു തന്നെ തിന്നുക, അല്ലാത്തത് മാത്രം മുറിച്ച് കഴിക്കുക. കഴിയുന്നതും തൊലി കളയാണ്ട് കഴിക്കേണ്ട പഴങ്ങൾ തൊലി കളയാതെ തന്നെ കഴിക്കുക. തൊലി ഒഴിവാക്കേണ്ടത് മാത്രമേ, ഓറഞ്ച് പോലുള്ള മാത്രമേ തൊലി ഒഴിവാക്കിയിട്ട് കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ ധാന്യങ്ങൾ, കടല, വൻപയർ, മുതിര, അതുപോലുള്ള എല്ലാ ധാന്യങ്ങളും ദിവസവും ഉൾപ്പെടുത്തണം ഭക്ഷണത്തിനകത്ത്. പ്രത്യേകിച്ച് ചെറുപയർ എന്ന് പറയുന്നത് പോഷക സമൃദ്ധമാണ്, പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മുടെ ഭക്ഷണത്തിനകത്ത് ചെറുപയർ ദിവസം ഉൾപ്പെടുത്തിയാൽ വളരെ ഗുണം ചെയ്യും. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്ന ശീലമൊക്കെ പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് വളരെ കുറവാണ്, ഇല്ലാന്ന് പറയാം. ഗൾഫ് രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ മുളപ്പിച്ച ചെറുപയർ പാക്കറ്റുകളിലാക്കിയിട്ട് വിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെ അവിടെ മാറ്റങ്ങൾ വന്നു. നമ്മുടെ ഇപ്പോഴും അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെ പോയി.
അപ്പൊ ചെറുപയർ മുളപ്പിച്ച് കഴിക്കണം. മുളപ്പിക്കാൻ അറിയാത്ത ആൾക്കാർ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. നിർബന്ധമായിട്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും ചെറുപയറിന്റെ എന്തെങ്കിലും ഒരു ഐറ്റം അതാണോ വേവിക്കാതെയാണോ, മുളപ്പിച്ചിട്ട് വേവിക്കാതെ, അതായത് മുളപ്പിച്ച് കഴിഞ്ഞ് പിന്നെ വേവിക്കരുത്, നേരിട്ട് പച്ചയത്തിന് കഴിക്കാം. അതിന് ടേസ്റ്റിന് വേണമെങ്കിൽ തേങ്ങ മുറിച്ചിട്ടിട്ടോ അതിന്റെ അകത്ത് എന്താ പറയണ്ടേ, തേങ്ങ ചിരണ്ടിയിടാന്ന് പറഞ്ഞില്ല, രാവിട, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണം നിങ്ങൾക്കത് ഉപയോഗിക്കാം. ദിവസവും ചെറുപയർ ഉൾപ്പെടുത്താം. കടല, വൻപയർ, മുതിര, അതുപോലെ മില്ലറ്റ്സ്, നമുക്കറിയാം തിന, ചാമ പോലുള്ള 9 തരം മില്ലറ്റ്സ് ഉണ്ട്. അതില് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ അവില്, ചുവന്ന അവിൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജോയിന്റുകൾക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഷുഗർ രോഗികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് അവില്. മുട്ട, ദിവസവും നല്ല മുട്ടയാണെങ്കിൽ 3 മുട്ട വരെ ഒരു മുതിർന്ന ആൾക്ക് കഴിക്കാൻ ജോയിന്റ് ഹെൽത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് മുട്ട എന്ന് പറയുന്നത്. അതുപോലെ ഇറച്ചി, നല്ല ഇറച്ചി, ബ്രോയിലർ കോഴി കഴിയുന്നതും ഒഴിവാക്കുക. അത് ഏറ്റവും കൂടുതൽ അപകടകാരിയാണ്. അതുകൊണ്ട് ബ്രോയിലർ കോഴി ഒഴിവാക്കി നാടൻ മുട്ടയും നാടൻ ഇറച്ചിയും കഴിക്കുക. അതുപോലെ ബീഫും മട്ടണൊക്കെ കഴിക്കാം. നല്ലതാണെങ്കിൽ വളരെ ഗുണം ചെയ്യും, ദോഷമാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കാം. ഞാൻ ഇത്രയും പറഞ്ഞത് മുഴുവനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭക്ഷണത്തെ പറ്റി പറഞ്ഞു, എന്തൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു, വെള്ളത്തിന്റെ പ്രാധാന്യം പറഞ്ഞു, വ്യായാമത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് രോഗങ്ങളെ കുറിച്ച് അല്ലെ. അത് നമുക്ക് സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളാണ്. 3 തരത്തിലുള്ള വാതരോഗങ്ങൾ കാണാറുണ്ട്. ഒന്നാണ് സന്ധിവാതം, അതായത് ആർത്രൈറ്റിസ് എന്ന് പറയും. നമുക്ക് സാധാരണ കണ്ടുവരുന്ന മുട്ട് തേയ്മാനം, ഒട്ടുമിക്ക ആൾക്കാർ പറയുന്ന പ്രശ്നമാണ് മുട്ട് തേയ്മാനം. മുട്ട് തേയ്മാനം എന്ന് പറയുന്നത്, നമ്മുടെ മുട്ട് എന്ന് പറയുന്നത് 2 ഭാഗമാണ്. നമ്മുടെ കാൽമുട്ടെന്ന് ഓർക്കുക എല്ലാവരും. കാൽമുട്ട് എന്ന് പറയുന്നത് 2 ഭാഗമാണ്. ആ 2 ഭാഗമുള്ള കാൽമുട്ടിൽ നടുവിലായിട്ട് ഒരു നേർത്ത പാടയുണ്ട്, ഒരു സ്പോഞ്ച് പോലെയുള്ള ഒരു പാട. അതിന് പറയുന്ന പേരാണ് കാർട്ടിലേജ് എന്ന് പറയും. കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് നമ്മുടെ ഈ കാൽമുട്ടുകളെ തമ്മിൽ മുട്ടിക്കാതിരിക്കാൻ നമുക്ക് ജന്മനാ കിട്ടിയൊരു പാടയാണ് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയും. അതിന് ചുറ്റുമായിട്ട് ഒരു ദ്രാവകം ഉണ്ടാവും, കൊഴുത്ത ദ്രാവകം. അതിന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതിന്റെ ചുറ്റുമായിട്ട് ഒരു ആവരണം ഉണ്ടാവും, അതിനെ കവർ ചെയ്തുകൊണ്ട്. അതിന്റെ പേര് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയും. അങ്ങനെ ഒരു കാൽമുട്ടിന്റെ ചുറ്റുമായിട്ട്, കാൽമുട്ടിന്റെ 2 ഭാഗങ്ങളിലെ നടുവിലായിട്ട് കാർട്ടിലേജ്, അതിനോട് അനുബന്ധിച്ച് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു കൊഴുത്ത ദ്രാവകം, അതിനെ കവർ ചെയ്തുകൊണ്ട് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു ആവരണം. ഇങ്ങനെ 3 കാര്യങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ കാൽമുട്ട്. എല്ലാവർക്കും, കാൽമുട്ട് മാത്രമല്ല എല്ലാ ജോയിന്റും. പക്ഷെ സാധാരണ ആളുകൾക്ക് കാൽമുട്ട് തേയ്മാനം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന കാർട്ടിലേജ് എന്ന് പറയുന്ന നേർത്ത പാടയും അതിനോടനുബന്ധിച്ചുള്ള കൊഴുത്ത ദ്രാവകവും അതിന്റെ ആവരണവും സൈനോവിയൽ മെംബ്രെയിനും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ട് കാൽമുട്ടുകളുടെ ആ 2 ഭാഗം കൂട്ടിമുട്ടി ഒരഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത അത്രയും വേദന ഉണ്ടാകുന്ന അവസ്ഥയാണ് സാധാരണ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു 40 മുതൽ 50 വയസ്സ് വരെ ഉള്ള ആളുകൾക്കാണ് കണ്ടുവരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നം വന്നാൽ സാധാരണ നമ്മുടെ ഡോക്ടർമാർ പറയുന്ന ഒരേ ഒരു വഴി എന്താണ്? മുട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. മുട്ട് മാറ്റിവെക്കുക. അപ്പൊ മുട്ട് മാറ്റിവെച്ചാൽ പരിഹാരമാവോ? ഇല്ല. കാരണം മുട്ട് മാറ്റിവെക്കൽ ഒരിക്കലും ഈ പറയുന്ന സന്ധിവാതം എന്ന് പറയുന്ന അല്ലെ മുട്ട് തേയ്മാനത്തിനുള്ള പരിഹാരമേ അല്ല. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മുട്ട് തേയ്മാനം വന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയി മുട്ട് തേയ്മാനത്തിന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ആ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെട്ടത് കൂടിയാണ് ആ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജീവിതത്തിൽ നിന്നും സാവധാനം ഔട്ടായി പോയത്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ മുട്ട് തേയ്മാനത്തിന് നടത്തിയ സർജറി പരാജയപ്പെട്ടു. അത് അവിടെ ഭയങ്കരമായി ഇൻഫെക്ഷൻ ഉണ്ടായി. അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. അത് പഴുത്തു. പിന്നെ വീണ്ടും മാറ്റിവെക്കാൻ പറ്റില്ല. ഒരിക്കൽ മാറ്റിവെച്ച കൃത്രിമമായിട്ടുള്ള മുട്ടാണ്. അത് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റിവെക്കാൻ പറ്റില്ല. അങ്ങനെ ആ വ്യക്തി ജീവിതത്തിൽ തന്നെ ഇല്ലാണ്ടായിപ്പോയത് ആ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെയാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഇന്ന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരിക്കലും പരിഹാരമല്ല. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ മുട്ടിനിടയിൽ മുട്ടിന്റെ എല്ലുകൾക്ക് ഒരിക്കലും തേയ്മാനം വരാറില്ല. എല്ലുകളുടെ നടുവിലുള്ള ഈ പാടയും ആ ഫ്ലൂയിഡും ഒക്കെയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ പറയുന്ന പേരാണ് സന്ധിവാതം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് വരുന്ന പ്രായം ഞാൻ പറഞ്ഞു 40 വയസ്സ് കഴിഞ്ഞാൽ 40-50 വയസ്സിന്റെ ആ സമയത്തൊക്കെയാണ് ഈ അസുഖം വരുന്നത്. ഇനി അടുത്ത വാദസംബന്ധമായ ഒരു പ്രശ്നത്തിന്റെ പേരാണ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ആമവാദം എന്ന് പറയും.
നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ ജോയിന്റുകൾ ഉണ്ടല്ലോ, അതായത് കൈവിരലുകൾ, ആ ഭാഗത്തൊക്കെ വരുന്ന ഒരുതരം തടിപ്പും വീക്കവും പുകച്ചലും വേദനയൊക്കെയാണ് ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്നത്. 30 വയസ്സ് മുതൽ തുടങ്ങും ആ രോഗം. അത് വന്ന ആളുകളെ കാണാറുണ്ട്. കൈയുടെ വിരലുകളുടെ ജോയിന്റ് ഒക്കെ ഭയങ്കരമായ തടിച്ച് വീർത്ത് പഴുത്ത് അവർക്ക് ഭയങ്കരമായ വേദനയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അത്. ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ ഒരു വിഷമകരമായ ജീവിതമായിരിക്കും. സാധാരണ അങ്ങനെ വന്ന ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര സ്റ്റിഫ്നെസ്, പിടുത്തം പോലെ ഉണ്ടാവും, അടക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ നമ്മുടെ കൈയുടെ റിസ്റ്റ്, നമ്മൾ വാച്ച് കിട്ടുന്ന ഭാഗത്തെ ആ ജോയിന്റിനൊക്കെ നല്ല വീക്കവും വേദനയൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ഫ്രീ റാഡിക്കൽസ് എഫക്ട് കൂടിയാണ് ആ രോഗം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയുന്ന വാക്കാണ്, നമുക്ക് എല്ലാവർക്കും പഠിച്ച വാക്കായിരിക്കും. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ 2 സ്വഭാവം കാണിക്കാറുണ്ട്. അതിൽ ഒരു സ്വഭാവത്തിന്റെ പേരാണ് പ്രാണവായു. നമ്മുടെ ശ്വസിക്കുന്ന പ്രാണവായുവാണ് ഒരു സ്വഭാവം. പക്ഷെ അതേ ഓക്സിജൻ രണ്ടാമത്തെ ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. ആ സ്വഭാവത്തിന്റെ പേരാണ് ഓക്സിഡേഷൻ അഥവാ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം സാധാരണയായിട്ട് കണ്ടുവരുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന നിരോക്സികാരി അല്ലെങ്കിൽ ആന്റി ഓക്സിഡന്റിന്റെ കുറവാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ മൂന്നാമതൊരു തരം വാദസംബന്ധമായ രോഗം കൂടിയുണ്ട്. അതിന്റെ പേരാണ് സീറോ നെഗറ്റീവ് സ്പോണ്ടിലോസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ചെറിയ പ്രായക്കാർ, 15 വയസ്സ് കഴിഞ്ഞ് ആ നിൽക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് നടുവേദനെടുക്കുന്നു, കാലുവേദനെടുക്കുന്നു, മടമ്പ് വേദനിക്കുന്നു, മുട്ടുവേദനിക്കുന്നു ഒക്കെ പറയാറുണ്ട് അല്ലെ. നമ്മുടെ വീട്ടിലെ കുട്ടികൾ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് പൊതുവെ വരുന്ന പ്രശ്നത്തെയാണ് സീറോ നെഗറ്റീവ് സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് കാൽമുട്ടിനും നടുവിനും ബാക്കും നമ്മുടെ ഈ ഇവിടെയൊക്കെയാണ്, ഈ പുറത്തൊക്കെയാണ് ഈ വേദന വരാറ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കോമൺ ആണ്. ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ മൂന്നാമത് പറഞ്ഞ സീറോ നെഗറ്റീവ് സ്പോണ്ടിലോസിസ്. അപ്പൊ നമ്മളിപ്പോ 3 തരം വാദമാണ് പറഞ്ഞത്. ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, 2 റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആമവാദം, മൂന്നാമത്തത് സീറോ നെഗറ്റീവ് സ്പോണ്ടിലോസിസ്. ഇനി വേറെയും തരത്തിലുള്ള വേദനകളൊക്കെ നമുക്ക് വരാറുണ്ട്. ഈ കഴുത്തിൽ വരുന്ന സെർവൈക്കൽ സ്പോണ്ടിലോസിസ്, ഇതൊക്കെ ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പ്രശ്നങ്ങൾ വന്നാലും വരാതിരിക്കാനും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒന്ന്, ചെറിയ ചെറിയ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള ആയാസങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം, അല്ലെങ്കിൽ ചെയ്ത് കൊണ്ടേയിരിക്കണം. നമ്മൾ ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അത് തുടരുക. ചെയ്യാത്ത ആളുകൾ ഇന്ന് രാത്രി തന്നെ തീരുമാനം എടുക്കുക, ഞാൻ നാളെ രാവിലെ മുതൽ 30 മിനിറ്റ് ശാരീരികമായിട്ടുള്ള ആയാസം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യും. യോഗയോ അതുപോലുള്ള വ്യായാമങ്ങൾ എന്താണോ, ഒന്നും വേണ്ട, നിങ്ങൾ 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂർ വേണ്ട, ഒരു 30 മിനിറ്റ് എന്തെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് ഒരു ഡാൻസ് കളിച്ച് നോക്കും. വെറുതെ ആരും കാണണ്ട. ഒരു മുറിയിൽ കയറുക, പാട്ട് വെക്കുക, ജനലവിടെ തുറന്നു വെക്കുക, പാട്ട് ശബ്ദത്തിലൊന്നും വെക്കണ്ട, നിങ്ങൾക്ക് കേൾക്കാൻ മാത്രം വെച്ചാൽ മതി. എന്നിട്ട് ശരീരം ഇളകിക്കൊണ്ടൊരു ഡാൻസ് ചെയ്യുക. ഡാൻസിന് സ്റ്റെപ്പ് വേണമെന്നോ താളം വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. ശരീരം ഒന്ന് ഇളകുക, നന്നായിട്ട് ഇളകുക. നടുവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒലച്ചാൽ തന്നെ വ്യായാമമാവും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ കാലും മുട്ടും നടുവും കഴുത്തും ഷോൾഡറും ഒക്കെ ഇളകുന്ന ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യായാമങ്ങൾ ദിവസവും ചെയ്യുക. അല്ലെങ്കിൽ അത് ആയാസമാക്കി മാറ്റിയാലും വളരെ നല്ലതാണ്. അതുപോലെ സൂംബ നല്ലതാണ്, സൂംബ ഡാൻസ് നല്ലതാണ്. അതുപോലെ തന്നെ ഡാൻസ് എക്സസൈസ് നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങാം. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷണത്തെ പറ്റി ഞാൻ പറഞ്ഞു. പച്ചിലകൾ പറഞ്ഞു, പച്ചക്കറികൾ പറഞ്ഞു, ധാന്യങ്ങൾ പറഞ്ഞു, പഴങ്ങൾ പറഞ്ഞു. മീൻ, നമുക്ക് നല്ല മീനുകൾ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് മീൻ കഴിക്കുക. ചെറിയ മീനുകൾക്കാണ് ഗുണം കൂടുക, വലിയ മീനുകളെക്കാളും ചെറിയ മീനുകൾ ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ മുട്ട ദിവസവും 3 വരെ മുട്ട മുതിർന്ന ആൾക്ക് കഴിക്കാം. കുട്ടികൾക്ക് 1 മുട്ട നിർബന്ധമായിട്ടും ദിവസവും കൊടുക്കുക. മുതിർന്ന ആൾക്ക് 3 വരെ മുട്ട കഴിക്കുക. ഒരു ഇത്തരത്തിലും മുട്ട അപകടകാരിയല്ലെന്ന് മനസ്സിലാക്കുക. മുട്ട കഴിച്ചാൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ, ദോഷം ചെയ്യില്ല. മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നിച്ച് കഴിക്കണം. മഞ്ഞ ഒഴിവാക്കുന്ന മണ്ടത്തരം ചെയ്യാറുണ്ട് പല ആൾക്കാരും. ഒരിക്കലും മഞ്ഞ ഒഴിവാക്കരുത്. മുട്ട എന്ന് പറയുന്നത് മഞ്ഞയും വെള്ളയും ചേർന്നതാണ്. അത് ഇന്ന് മുതലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ദിവസവും 3 മുട്ട കഴിക്കുമ്പോൾ വെള്ളയുടെ കൂടെ മഞ്ഞയും കൂടി ചേർത്ത് അത് പുഴുങ്ങിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ദിവസവും പുഴുങ്ങി കഴിക്കുമ്പോൾ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ മുട്ട മുറിച്ചിട്ട് കുരുമുളക് ഇട്ടിട്ട് കഴിക്കാം. ചെറിയ രീതിയിൽ ഉപ്പ് ചേർത്ത് കഴിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഓംലെറ്റോ ബുൾസയോ ആക്കി കഴിക്കാം. ഇനി മുട്ട കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അത്തരത്തിലൊക്കെ കഴിച്ചാലും മുട്ട ദിവസം 3 മുട്ട കഴിക്കണമെന്ന് നിർബന്ധമാണ്. മുട്ടക്കറി ഉണ്ടാക്കാം, എന്ത് വേണമെന്നാവാം.
ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് വേണ്ടുന്ന കുറെ പോസിറ്റീവ് കുറെ നെഗറ്റീവ് പറഞ്ഞു അല്ലെ. രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, കുറെ നെഗറ്റീവാണ് രോഗങ്ങളെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പൊതുവെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. പോസിറ്റീവ് എന്താണ്? നല്ല ആയാസം പറഞ്ഞു, അല്ലെങ്കിൽ വ്യായാമത്തെ കുറിച്ച് പറഞ്ഞു, വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നല്ല ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു. ശരീരത്തിന് ദോഷം ചെയ്യുന്ന കുറെ ഭക്ഷണങ്ങളുണ്ട്. പഞ്ചസാര ഏറ്റവും വലിയ അപകടകാരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷം ഏതാണെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ വിഷം വാരി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പഞ്ചസാരയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മൈദ. നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് പഞ്ചസാരയും മൈദയും. ഫാസ്റ്റ് ഫുഡ്, ബേക്കറി സാധനങ്ങൾ, റീഹീറ്റഡ് ഓയിൽ, വീണ്ടും ചൂടാക്കുന്ന പാചകെണ്ണ, വീണ്ടും ചൂടാക്കുന്ന ഭക്ഷണം, റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, വീണ്ടും ചൂടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ വളരെ വലിയ അപകടകാരികളാണ്. ഇന്ന് ആളുകൾ ആശുപത്രികളിൽ കാണുന്ന ക്യൂ, വലിയ വലിയ നീണ്ട നിര ഡോക്ടർമാരെടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ കഴിക്കുന്ന ഭക്ഷണം വളരെ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് തെളിവ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പഞ്ചസാര, മൈദ, അതുപോലെ തന്നെ ഒരു പരിധി വരെ നമ്മൾ പാല്, വലിയ ശതമാനം ആളുകൾക്കും പാല് ദഹിക്കാറില്ല. അതുകൊണ്ട് പാല് ഉപയോഗിക്കുന്നത് കുറച്ചാൽ, ഒഴിവാക്കിയാൽ വളരെ ഗുണം ചെയ്യും. അതുപോലെ വെളുത്തരിയുടെ ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക. പണ്ടത്തെ ആളുകൾ ധാരാളം ഭക്ഷണം കഴിച്ചത് അധ്വാനിക്കാനായിരുന്നു. ഇന്നത്തെ ആളുകൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നത് അധ്വാനിക്കാതിരിക്കാനാണ്. അതുകൊണ്ട് ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ചുവന്ന അരി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വെളുത്ത അരിയാണ് കഴിക്കുന്നതെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക. വിശപ്പ് മാറൂല, പക്ഷെ അത് മതി എന്ന് വിചാരിച്ചിട്ട് വളരെ ചെറിയ അളവിൽ ഒരു നേരം മാത്രം വെളുത്തരിയുടെ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഉപ്പ് വളരെ നമുക്ക് ആവശ്യമാണ് ഉപ്പ്, പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഉപ്പ്. കഴിയുന്നത് പൊടിയുപ്പ് ഒഴിവാക്കിയിട്ട് കല്ലുപ്പ് മാത്രം ഉപയോഗിച്ച് ശീലിക്കുക. ഏറ്റവും നല്ലത് കല്ലുപ്പാണ്. അത് വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും ഭക്ഷണമൊക്കെ പറഞ്ഞപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഭക്ഷണങ്ങളൊക്കെ എന്താണ്? അപൂർണമാണ്. കാരണം പണ്ട് ആളുകൾ സ്വന്തം പാടത്തും പറമ്പിലും അധ്വാനിച്ചിട്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയത്. സ്വന്തം പാടത്തിറങ്ങി പച്ചക്കറികൾ ഉണ്ടാക്കുന്നു, ധാന്യങ്ങൾ ഉണ്ടാക്കുന്നു, പഴങ്ങൾ ഉണ്ടാക്കുന്നു. അത് സ്വന്തം വീട്ടിലേക്ക് കുറച്ച് സമയം കൊണ്ട് എത്തിക്കുന്നു, നമ്മളത് കഴിക്കുന്നു. ഉദാഹരണം, രാവിലെ 4 മണിക്കും 5 മണിക്കും പാടത്തും പറമ്പിലും അധ്വാനിക്കാൻ ഇറങ്ങുന്ന ആൾക്കാര് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും പണിസ്ഥലത്ത് വരുമ്പോഴേക്കും പാകമായ എല്ലാ പച്ചക്കറികളും, പഴങ്ങളും, ധാന്യങ്ങളും വീട്ടിലേക്ക് എത്തിക്കും. ആ പഴങ്ങളോ പച്ചക്കറികളോ ധാന്യമോ വീട്ടിന്റെ അടുക്കളയുടെ ഭാഗത്ത് വെച്ചിട്ട് കൊണ്ടുവന്ന ആള് കിണറ്റിന്റെ പരിസരത്ത് പോയി വെള്ളം വലിച്ചു കുളിച്ച് അകത്തേക്ക് എത്തുമ്പോഴേക്കും ഈ കൊണ്ടുവന്ന സാധനങ്ങൾ പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഭക്ഷണമായി മാറിയിട്ടുണ്ടാവും. പുഴുക്കോ അല്ലെങ്കിൽ എന്താണോ അത് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ തരത്തിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ ജീവിച്ച ആ കാലഘട്ടത്തിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും നമുക്ക് ധാരാളം കിട്ടിയിരുന്നു. അതുകൊണ്ട് നമ്മൾ പോഷക സമൃദ്ധമായിരുന്നു അന്നത്തെ എല്ലാ ഭക്ഷണവും. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷിയില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്ത് മാരകമായ കീടനാശിനിയും രാസവളങ്ങളും ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ അവിടുന്ന് ഉണ്ടാക്കുന്ന ഈ പറയുന്ന പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ദോഷം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, ഒരു പഴമോ പച്ചക്കറിയോ ചെടിയിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ മാരകമായ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ, അതുപോലെ പഴുക്കാനും മറ്റുമായിട്ട് കാൽസ്യം കാർബൈഡ് പോലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് മാരകമായ വിഷം മാത്രമാണ്, ഗുണങ്ങളൊന്നുമില്ല. അങ്ങനെ ദോഷം ചെയ്യുന്ന ഈ ദോഷം മാത്രം കിട്ടുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ പോഷകങ്ങൾ കിട്ടുന്നില്ല, ദോഷങ്ങൾ ധാരാളം കിട്ടുന്നു അല്ലെ. വിഷാംശങ്ങളും മാലിന്യങ്ങളും ധാരാളം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാലും അത് വിശപ്പ് മാറ്റാനോ വേറെ നിൽക്കാനോ മാത്രമായിരിക്കും. നമ്മുടെ ബോഡിയിലെ പോഷകങ്ങൾ എപ്പോഴും അപൂർണമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് മാരക രോഗങ്ങൾ വരാം. ഈ പറയുന്ന മുട്ട തേയ്മാനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ആയിക്കോട്ടെ, കഴുത്ത് തേയ്മാനമായിക്കോട്ടെ, എന്ത് പ്രശ്നവും വരാൻ വേണ്ടി കാരണം നമ്മുടെ ഭക്ഷണം അപൂർണമായതുകൊണ്ടാണ്. പണ്ടത്തെ ആളുകളുടെ ഭക്ഷണം പൂർണ്ണമാണ്, പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണവും അപൂർണമാണ്. ഭക്ഷണത്തിൽ ആവശ്യമുള്ള പോഷകങ്ങളില്ല. അവിടെയാണ് ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പോഷകങ്ങൾ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ലൊരു വഴിയാണ് ഫുഡ് സപ്ലിമെന്റ്. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളെ ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണ് ന്യൂട്രീഷൻ തെറാപ്പി എന്ന് ശാസ്ത്രീയമായിട്ട് പറയും. വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ സപ്ലിമെന്റേഷൻ എന്ന് പറയും. അതിന് നമുക്ക് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന, നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു രക്ഷകനായിട്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി എന്ന് പറയാം, വെസ്റ്റീജിന്റെ ഫുഡ് സപ്ലിമെന്റ് വളരെ എഫക്റ്റീവ് ആണ്, വളരെ ഗുണമേറിയതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ
നമുക്ക് രോഗം വരാതിരിക്കാനും വന്ന രോഗങ്ങളെ മാറ്റാനും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും നിർബന്ധമായിട്ടും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡയറ്ററി സപ്ലിമെന്റ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് ആണ് വെസ്റ്റേജിന്റെ ഫുഡ് സപ്ലിമെന്റ്. നമുക്കിവിടെ നമ്മുടെ ഇന്ന് കാണുന്ന ആർത്രൈറ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓസ്റ്റോ ആർത്രൈറ്റിസ്, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സീറോ നെഗറ്റീവ് സ്പോണ്ടിലോസിസ്, എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ കാൽഷ്യം ടാബ്ലറ്റ്. കാരണം നമ്മുടെ ബ്ലഡിനകത്ത് 1% നമുക്ക് 99% ആവശ്യം ബോണിനും പല്ലിനൊക്കെ വേണ്ടത് കാൽഷ്യം 99%, 1% ആവശ്യം നമ്മുടെ ബ്ലഡിനുമാണ്. അപ്പൊ അത്രയും ദിവസവും ആവശ്യമുള്ള കാൽഷ്യം നമ്മൾ സപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ വാദസംബന്ധമായ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും, പ്രശ്നങ്ങൾ വരാതിരിക്കാനും അത് വലിയൊരു കാരണമാവും. അതുപോലെ തന്നെ ഗ്ലൂക്കോസമൈൻ, നമുക്കറിയാം നമ്മുടെ ജോയിന്റുകൾക്ക് നഷ്ടപ്പെട്ടു പോയ കാർട്ടിലേജിന്റെ റീപ്രൊഡക്ഷൻ അത് തിരിച്ച് ഉത്പാദിപ്പിക്കാൻ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റ് സമൈൻ. അപ്പൊ കാൽഷ്യവും ഗ്ലൂക്കോസമൈനും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമാണ്. നമ്മളത് കുട്ടിതീരുമാനത്തിനൊക്കെ 3 മാസം മുതൽ 6 മാസം വരെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എപ്പം മാറിയെന്ന് വെച്ചാൽ മതി. അത്രയും പവർഫുൾ ആണ് ഈ പറയുന്ന ഗ്ലൂക്കോസമൈൻ ആൻഡ് കാൽഷ്യം. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. എൻ്റെ സിസ്റ്ററുടെ മോന് മുട്ട് തെന്നിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മുട്ടിങ്ങനെ സ്ലിപ്പായി പോവാൻ. ആ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പലതരത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ട് മാറിയില്ല. അവസാനം 3 മാസം വെസ്റ്റേജിന്റെ ഗ്ലൂക്കോസമൈനും കാൽഷ്യവും കഴിച്ചിട്ട് ഇപ്പൊ ആള് ദുബായിൽ ജോലി ചെയ്യുന്നു, യാതൊരു പ്രശ്നമില്ല. അത്രയും പവർഫുൾ ആണ് നമ്മുടെ ഗ്ലൂക്കോസമൈനും കാൽഷ്യവും. അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് ഓയിൽ, നമ്മളെ ഫ്ലാക്സീഡ് ഓയിൽ ജെല്ലുണ്ടല്ലോ, ജെൽ ക്യാപ്സ്യൂൾ, അത് നമുക്ക് നിർബന്ധമായിട്ട് അതിന്റെ കൂടെ ചേർത്താൽ ഈ ഇൻഫ്ലമേഷൻസ് പോലുള്ള പ്രശ്നങ്ങൾ, ചെറിയ നീർക്കെട്ട് വേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഫ്ലാക്സ് ഓയിൽ സഹായിക്കും. ക്രില്ലും നല്ലതാണ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ക്രില്ല് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോളിക് ആൻഡ് അയൺ നല്ലതാണ് ഇതിന്റെ കൂടെ ചേർക്കുന്നത്. കാരണം ബ്ലഡ് കൂടാൻ വേണ്ടി സഹായിക്കുമ്പോൾ ഈ തരത്തിലുള്ള ജോയിന്റ് പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കും. അതുപോലെ വേണമെങ്കിൽ സ്പൈറുലിന നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ കൂടെ. ഗ്ലൂക്കോസമൈനും കാൽഷ്യവും ഫ്ലാക്സ് ഓയിലും ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ സ്പൈറുലിന നല്ലതാണ്. ചില ആളുകൾക്ക് നല്ല കടുത്ത വേദന ഉണ്ടെങ്കിൽ, അതുപോലെ ആമവാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറുക്കുമിൻ കണ്ടന്റ് ഒക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഈ തരത്തിലുള്ള ചില കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉറപ്പായിട്ടും ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് വെസ്റ്റേജ്, ഞാൻ ഈ പറഞ്ഞ ഗ്ലൂക്കോസമൈൻ, കാൽഷ്യം, ഫ്ലാക്സ് ഓയിൽ പോലുള്ള കോമ്പിനേഷൻ. അപ്പൊ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുക, ഭക്ഷണത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് നമ്മുടെ ചിന്താ രീതിയാണ്. പല ആൾക്കാരും വളരെ ഇരുന്ന് വലിയ രീതിയിൽ ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്. ഈ ചിന്തിച്ച് കൂട്ടി അവര് വലിയ എന്തെങ്കിലുമൊക്കെ നേടിയോന്ന് വെച്ചാൽ ഒന്നും നേടിയിട്ടുണ്ടാവില്ല, അല്ലെ? സാധാരണ ആളുകൾ കുറെയൊക്കെ ചിന്തിച്ചു കൂട്ടുമ്പോൾ എന്തൊക്കെ നേടാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യം. പക്ഷെ പല ആൾക്കാരും ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിച്ച് ആകെ അവതാളത്തിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഗുണങ്ങളും കിട്ടിയിട്ടുണ്ടാവുന്ന ദോഷങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. എല്ലാവരോടും പറയാനുള്ളത് കഴിയുന്നതും മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക. കാരണം മാനസിക പിരിമുറുക്കം നമ്മുടെ ജന്മന നമ്മൾക്ക് കിട്ടിയതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് സന്തത സഹചാരിയാണെങ്കിൽ പോലും നമുക്കത് ഒഴിവാക്കി എടുക്കാൻ പറ്റില്ല, ഏറ്റവും നല്ലതാണ്. അതായത് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മളെ സഹായിക്കില്ല, നമുക്ക് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. ടെൻഷൻ അടിക്കാതെ നമ്മൾ ഹൈലി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ സന്തോഷവതിയാണ്, അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണ്, ഞാൻ ആരോഗ്യവതിയാണ്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാണ്. ആ തരത്തിലുള്ള നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ദിവസവും നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നുണ്ടാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യൂറിക് ആസിഡ് ഉണ്ടായാല് മുരിങ്ങ കഴിക്കാൻ പറ്റുമോ? യൂറിക് ആസിഡ് ഉണ്ടായാൽ മുരിങ്ങ കഴിക്കാൻ പറ്റുന്നതിന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള കാരണങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കായാലും യൂറിക് ആസിഡ് വരാനുള്ള കാരണം 3-4 ഉണ്ട്. ഞാൻ അതിൽ ഏതാണ്ട് നിങ്ങൾ പറയണം എന്താണ് കാരണം എന്നുള്ളത്. ഒന്ന് ദിവസവും കൃത്യമായിട്ട് ഉറങ്ങാതിരിക്കുക. 2 അമിതമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുക. 3 ധാരാളം ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. സ്ഥിരമായിട്ട് ഉറക്കക്കുറവുണ്ടാവും.
കുറവ് പറഞ്ഞാൽ നേരത്തെ എണീക്കും. നേരത്തെ എണീക്കുന്നല്ല, ഉറങ്ങാൻ വൈകാറുണ്ടോ? ഉറങ്ങാൻ വൈകില്ല. ഉറങ്ങാൻ വൈകലില്ല, നേരത്തെ കിടക്കും. ഓക്കെ, അപ്പൊ ഉറക്കമല്ല മരുന്നല്ല. മൂന്നാമത്തത് അമിതമായ മാനസിക പിരിമുറുക്കം, ടെൻഷൻ. അതല്ലെങ്കിൽ റെഡ് മീറ്റ്, നമ്മളെ ബീഫോ മട്ടണോ ദിവസവും അല്ലെങ്കിൽ ഇടക്കിടക്ക് നമ്മൾ കഴിക്കുക, കുറെ അധികം കഴിക്കുക, അല്ലെങ്കിൽ ഇടക്കിടക്ക് കഴിക്കുക. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് സാധാരണ യൂറിക് ആസിഡ് ഉണ്ടാവാറ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ടെൻഷൻ നല്ലോണം ഉണ്ട്. അപ്പൊ 4-ൽ ഒരു കാരണമുണ്ട്. അപ്പൊ ഈ ടെൻഷൻ ഒഴിവാക്കാനുള്ള വഴിയാണ് ഞാനിപ്പോ അവസാനം പറഞ്ഞത്. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിന്താരീതി മാറ്റുക. ടെൻഷൻ അടിച്ചാൽ ആർക്കും ഒരു തരത്തിലുള്ള രക്ഷപ്പെടലും ഉണ്ടാവില്ല. അവര് അവതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അത് ദോഷകരമായ അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ടെൻഷൻ എന്ത് കാരണമായിക്കോട്ടെ അതിനങ്ങ് മറികടന്നേക്കുക, അത് ചിന്തിക്കാതിരിക്കുക. പകരം ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ആം ഹാപ്പി, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം സക്സസ്ഫുൾ, താങ്ക് ഗോഡ്. മലയാളത്തിലാണെങ്കിൽ ഞാൻ സമ്പന്നയാണ്, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ വിജയിച്ചു കഴിഞ്ഞ ആളാണ്, ദൈവമേ നന്ദി. ഇങ്ങനെയുള്ള വാക്ക് നിരന്തരം ഉരുവിടുക. അപ്പൊ എന്ത് സംഭവിക്കും? ഉറപ്പായിട്ടും നമ്മുടെ ടെൻഷൻ ഒഴിവാകും. അതോടുകൂടി യൂറിക് ആസിഡിന്റെ പ്രശ്നം മാറും. യൂറിക് ആസിഡ് വന്നാൽ നമ്മൾ കഴിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിനകത്ത് കാൽഷ്യം വേണം നിർബന്ധമായിട്ടും, അതുപോലെ ഫ്ലാക്സ് ഓയിൽ വേണം, ഒപ്പം സ്പൈറുലിന കഴിച്ചാൽ, ഇത് മൂന്നും കഴിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന നമ്മുടെ യൂറിക് ആസിഡിന്റെ പ്രശ്നം കുറക്കാൻ പറ്റും. കുർക്കുമിന് അതിന്റെ മുന്നേ 2 ബോട്ടിൽ കഴിച്ചോണം. അതായത് നമ്മൾ ചില സമയത്ത് ചില കോമ്പിനേഷൻ ആവശ്യമുണ്ടാവും. അപ്പൊ കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പ്രശ്നം മാറും. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു ലീഡർ വിളിച്ചു പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, ഞാൻ അതിനൊരു കോമ്പിനേഷൻ പറഞ്ഞു കൊടുത്തു, അത് മാറ്റമുണ്ട് എന്ന് ഇന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ വളരെ പ്രധാനമാണ്. നമ്മളിപ്പോ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഒരു കോമ്പിനേഷൻ വേണ്ടേ, ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഒരു കോമ്പിനേഷൻ വേണ്ടേ. അതുപോലെ നമ്മൾ ശരീരത്തിനകത്ത് പോഷകങ്ങളുടെ കുറവ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ കുറവ് നികത്താനുള്ള ഒരു കോമ്പിനേഷൻ, ഒരു ചേരുവ, അത് കൃത്യമായിട്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ. ഏതായാലും ഒരു കാര്യം ചെയ്യും, കുർക്കുമിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സ്പൈറുലിന ഉൾപ്പെടുത്തുക, അതിന്റെ കൂടെ കാൽഷ്യം കൂടെ ഉൾപ്പെടുത്തുക. സാറ് എഴുതിയിട്ടില്ല അതില്. സാറിനെ കൊണ്ടോട്ടി കാണിക്കലുണ്ട്, കൊണ്ടോട്ടി കാണിക്കലുണ്ട്, DSC കാണിക്കലുണ്ട്. അപ്പൊ സാറ് ഇതില് ഇപ്പൊ കാൽസ്യം എഴുതിച്ച ഫ്ലാഷ് ഓയില് എഴുതിക്കണം. പിന്നെ ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലെ ലീഡേഴ്സ് ഉണ്ടാവില്ല, അവരോട് സംസാരിച്ച് നോക്ക്, ചിലപ്പോ അവര് കറക്റ്റ് ആയിട്ട് ഒരു കോമ്പിനേഷൻ പറഞ്ഞു തരും കേട്ടോ. കുട്ടികൾക്ക് കാൽസ്യം കൊടുക്കുമ്പോ എത്ര നേരം വെച്ചിട്ട് കൊടുക്കുന്നത്? രാത്രി. ഏത് പ്രായമാണ് കുട്ടിയുടെ? 15 വയസ്സ്. 15 ദിവസം ഒന്നും മതി. നേരം ഒന്ന് കൊടുക്കണം. അത് ഏതെങ്കിലും ഒരു നേരം കൊടുക്കുക, കുട്ടിക്ക് സൗകര്യമുള്ള നേരം കൊടുക്കുക, ദിവസവും കൊടുക്കണം എന്ന് മാത്രം. രാവിലെ ആണെങ്കിൽ നല്ലത്. വലിയവർക്കോ? കാൽസ്യം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വേറെ ഏതോ സപ്ലിമെന്റ് കഴിക്കുന്ന ആളാണെങ്കിൽ, അതായത് വെസ്റ്റീജിന്റെ ഏതെങ്കിലും വേറെ സപ്ലിമെന്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ആ സമയത്ത് കാൽസ്യം കഴിക്കാൻ പാടില്ല. ആ സപ്ലിമെന്റ് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞാലേ കാൽസ്യം കഴിക്കാൻ പാടുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാൽസ്യം മാത്രമാണെങ്കിൽ പ്രശ്നങ്ങൾ ഏത് സമയത്ത് കഴിക്കാം. പക്ഷെ വേറെ ഏതെങ്കിലും സപ്ലിമെന്റ്, ഫോളിക് അയോണോ സ്പൈറുലിനയോ കുർക്കുമിനോ കഴിക്കുന്ന 3 വയസ്സുള്ള കുട്ടികൾക്ക് കാൽസ്യം കഴിച്ചൂടെ? കാൽസ്യം കഴിക്കേണ്ട ആവശ്യം എന്താണ് കുട്ടിക്ക്? അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നിലവില്? പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അളവ് പറയാൻ വേണ്ടിയിട്ടാണ്, കഴിക്കാം, കഴിക്കുന്നതിനൊന്നുമില്ല. പക്ഷെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു കറക്റ്റ് ഡോസ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ചോദിച്ചത്. സാറേ, ഞാൻ 3 മാസമായി സപ്ലിമെന്റ് കഴിക്കണം, എനിക്കൊരു മാറ്റവും കിട്ടണില്ല. എന്തിനു വേണ്ടി കഴിക്കുന്നേ? ഊരവേദന, മുട്ടുവേദന, ഭയങ്കര വേദന. എന്തൊക്കെയാ കഴിക്കുന്നത്? ഫ്ലാക്സ് ഓയില്, കുർക്കുമിന്, സ്പിരുലിന, കാൽസ്യം, അയൺ ഫോളിക്. ഞാനൊരു കോമ്പിനേഷൻ പറയാം, അത് കഴിച്ചു നോക്ക്. ഗ്ലൂക്കോസമൈൻ
കാൽഷ്യം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഫോളിക് ആൻഡ് അയൺ ഇത് അത് മൂന്നും കഴിക്കുന്നുണ്ട്. എല്ലാർജിനും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്റെ കയ്യില്. പക്ഷെ 3 മാസമായിട്ട് എനിക്ക് മാറ്റമൊന്നും കാണുന്നില്ല. അതാണ് നമ്മൾ കുറെ ഐറ്റംസ് കഴിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. നമുക്ക് മാറ്റം വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ വേണം, ഒരു ചേരുവ. നമ്മുടെ ബോഡിക്ക് എന്ത് വേണം അത് ആ അളവിൽ കഴിക്കും, അപ്പോഴാണ് മാറ്റം വരിക. നിങ്ങൾ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറെ കൊടുക്കാന്നുള്ളതല്ല, കൊടുക്കുന്നത് കൃത്യമാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അത് നമുക്ക് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. ഞാൻ കൊണ്ടോട്ടി പോയ സാറ് കണ്ടിട്ടാണ് മരുന്ന് കഴിക്കണത്. സാറ് എഴുതി തന്നിട്ടാണ് ഞാൻ കഴിച്ചത്. ഇന്നലെ മിനിയാന്ന് വരെ ഞാൻ പോയി സുഖമില്ലാന്ന് പറഞ്ഞോട്ട് എനിക്ക് മാറ്റി മരുന്ന് ഇതൊക്കെ തന്നെ തന്നത്. ആരാണോ എഴുതുന്നത് അവരോടൊന്ന് കൂടി സംസാരിച്ചു നോക്ക്, അവർ മാറ്റി തരും കേട്ടോ. സാർ ആമവാദത്തിന് കൊടുക്കേണ്ട സപ്ലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരും? ആമവാദത്തിന് കൊടുക്കേണ്ടത് കുർക്കുമിൻ വേണം, അതുപോലെ പിന്നെ നമ്മുടെ കാൽഷ്യം വേണം, ഒമേഗ, അതായത് ഒമേഗ തന്നെ ഫ്ലാക്സ് ഓയിൽ. കുർക്കുമിൻ നിർബന്ധമാണ്. വേണമെങ്കിൽ സ്പൈറുലിന കൊടുക്കാം. ഇത് 4 കൊടുക്കാം: കുർക്കുമിൻ, സ്പൈറുലിന, ഫ്ലാക്സ് ഓയിൽ, കാൽഷ്യം. യൂറിക് ആസിഡിന് ഏത് സപ്ലിമെന്റ് കൊടുക്കുക? യൂറിക് ആസിഡിന് ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. കാൽഷ്യം വേണം, ഫ്ലാക്സ് ഓയിൽ വേണം, സ്പൈറുലിന കൊടുക്കും. ഹലോ സാർ. പ്രോബ്ലം കൊണ്ട് ഇല്ല നടുവേദനക്ക് എന്താ പ്രൊഡക്റ്റ് കഴിക്കണ്ടേ? എന്തിനാ? ഇടുപ്പാ? ഡിസ്ക് പ്രോബ്ലം കൊണ്ടില്ല. ഡിസ്ക് പ്രോബ്ലത്തിന് നമുക്ക് ഗ്ലൂക്കോസമൈൻ വേണം, ഫ്ലാക്സ് ഓയിൽ വേണം, കാൽഷ്യം വേണം. അതിന്റെ കൂടെ നമ്മുടെ സ്ത്രീയാണോ? സ്ത്രീയാണ്. അവിടെ വേദനയുണ്ടോ? നല്ല വേദനയൊക്കെ ഉണ്ടോ? നന്നായിട്ട് വേദനയുണ്ട് സാറേ. നല്ല വേദന ഉണ്ടെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവും. നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ഫ്ലാക്സ് ഓയിലും കുർക്കുമിനും കൂടി ഉൾപ്പെടുത്തിക്കോ. ഗ്ലൂക്കോസമൈൻ, കാൽഷ്യം, ഫ്ലാക്സ് ഓയിൽ, കുർക്കുമിൻ. ഹലോ സാർ. ഇതിനൊക്കെ കൂടെ നമ്മള് ജനറൽ ആയിട്ട് നമ്മള് പ്രോട്ടീൻ പൗഡർ കൊടുക്കണ്ടേ? സ്ഥിരമായിട്ട് കഴിക്കണമല്ലോ. കാരണം ജനറൽ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ, ജനറൽ ആയിട്ടുള്ള വിറ്റാമിൻസുകൾ അവർക്ക് കിട്ടുന്നില്ലാത്തതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെ നിർബന്ധമായിട്ടും. അതിൽ പ്രോട്ടീൻ കോമൺ ആയിട്ട് പറയാത്തത്, ചില ആൾക്കാർക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രോട്ടീൻ പൊടി കഴിച്ചിട്ട് ഒരു അബദ്ധം വരേണ്ടതാണ് പ്രോട്ടീൻ പൊടി കോമൺ ആയിട്ട് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിട്ട് പറയേണ്ടതാണ് ടേസ്റ്റ് എന്താണെന്നുള്ളത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഈ നമ്മുടെ ഇതിന്റെ ക്രിയാറ്റിനൊക്കെ കൂടുതൽ ആൾക്കാർ പ്രോട്ടീൻ കഴിച്ചാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പ്രോട്ടീൻ പറയാത്തത്. ഇത് പ്രോബ്ലം ഉള്ളവർക്കും CMD കൊടുത്തൂടെ? CMD കൊടുക്കാം. വായ്പുണ്ണിനോ? വായ്പുണ്ണിന് നമ്മൾ വായ്പുണ്ണ് എന്ന് പറയുന്നത് ഒരിക്കലും വായിലുള്ള പ്രശ്നമല്ല, വയറ്റിലുള്ള പ്രശ്നമാണ്. നമ്മുടെ വയറിന്റെ അകത്ത് ദഹിക്കാതെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ആണ് സാധാരണ വായ്പുണ്ണ് വരാറ്. അപ്പൊ ഈ വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ വയറ്റിലുള്ള ദഹിക്കാത്ത സംഭവത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ കൊടുക്കുന്നത് ബി കോംപ്ലക്സ് ആണ്. അതായത് വൈറ്റമിൻ ബിയുടെ ഒരു കൂട്ടം എന്ന് പറയുന്നില്ലേ, ബി കോംപ്ലക്സ് ആണ് കൊടുക്കാറ്. അപ്പൊ അതിലുള്ള എന്താണോ നമ്മുടെ സപ്ലിമെന്റ് അത് ജസ്റ്റ് കൊടുത്താൽ മതി. അത് അനീഷ് സാറിനോടോ ആരോടോ RK സാറിനോടോ ചോദിച്ചാൽ മതി, അത് അവര് പറഞ്ഞുതരും. ഓക്കെ, കേട്ടില്ല. ഒരു മിനിറ്റ് ഒരാൾ സംസാരിക്കുന്നുണ്ട്. അത് PRP എനിക്ക് മനസ്സിലായില്ല. അതിനെന്താ കൊടുക്കണ്ടെന്നോ? അല്ല, അത് എത്ര നാളായിട്ട് ഇപ്പൊ അടുത്തായിട്ടാണോ അങ്ങനെ, അല്ലെങ്കിൽ കുറെ നാളായിട്ടുള്ള പ്രശ്നമാണോ? ഇപ്പൊ എത്രയുള്ളത് അളവ്? മറ്റേ മരുന്ന് കഴിച്ചിട്ട് 2.15 സംതിങ് ഉണ്ടായി. ചെക്ക് ചെയ്തപ്പോ 15 സംതിങ് ഉണ്ടായിരുന്നു ആദ്യം. ഓക്കെ, ഒന്ന് നമ്മളെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെ വേണ്ടത്. ഒന്ന് നമ്മുടെ കുർക്കുമിൻ സഹായിക്കും, അല്ലെങ്കിൽ വൈറ്റമിൻ C സഹായിക്കും. അതിന്റെ കൂടെ സ്പൈറുലിനയും കുർക്കുമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ C ഇത് 2 കൊടുത്താൽ മാറ്റം വരും. തൈറോയ്ഡ് പേഷ്യന്റിന് സ്പൈറുലിന കൊടുക്കാൻ പാടുണ്ടോ? കൊടുക്കാം. രക്തവാദത്തിന് എന്താ കൊടുക്കേണ്ടത്? രക്തവാദം എന്താണ് നിലവിലെ ലക്ഷണം? എന്താണ്? കാലൊക്കെ വേദന.
കാലുവേദനയുണ്ട്, രക്തവാദം ആരാ പറഞ്ഞത്? അത് എന്നോട് വേറൊരാള് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ അതിന് സപ്ലിമെന്റ് വേറൊരാളെന്ന് പറയുമ്പോ ഡോക്ടറാണോ പറഞ്ഞത്? അല്ലല്ല, ഒരു ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അത് തന്നെയാണ് സബ്ജക്ട്. അത് തന്നെയാണ് അല്ലേ? ഓക്കെ. ESR കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ പ്രതിരോധ ശേഷി കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറയുമ്പോഴാണ് സാധാരണ ESR ഹൈ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രതിരോധ ശേഷി ഗണ്യമായിട്ട് കൂട്ടണം. ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ കണ്ടന്റുകൾ കഴിക്കണം. ഉദാഹരണത്തിന് വൈറ്റമിൻ സി പ്രതിരോധ ശേഷി ഗണ്യമായിട്ട് വർദ്ധിക്കാൻ സഹായിക്കും. അതിന്റെ കൂടെ സ്ത്രീകളാണെങ്കിൽ ഫോളിക് ആൻഡ് അയൺ വേണം, അല്ലെങ്കിൽ സ്പൈറുലിന വേണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കുർക്കുമിൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി. അപ്പോ ഇങ്ങനെയുള്ള 3-4 കണ്ടന്റ് നിങ്ങൾ റെഗുലർ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ESR വളരെ നോർമലായിട്ട് വരും. ഈ പറഞ്ഞ രക്തവാദമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിരോധ ശേഷിക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രതിരോധ ശേഷിയാണ് ഇന്ന് എല്ലാവർക്കും രോഗം വരുത്തുന്നതും രോഗം മാറാതിരിക്കാനുള്ള കാരണം. അപ്പൊ അമ്ല മാത്രം കഴിച്ചാൽ പോരെന്ന് വെച്ചാൽ അത് ഓരോരാളുടെ ബോഡിയുടെ നേച്ചർ അനുസരിച്ച് ആണ് റിസൾട്ട്. അപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ അമ്ല മാത്രം കഴിച്ച റിസൾട്ട് കിട്ടൂല. അപ്പൊ ഫോളിക് അയൺ കൂടി വേണ്ടി വരും, അല്ലെങ്കിൽ സ്പൈറുലിന വേണ്ടി വരും. അതാണ് ഞാൻ പറയുന്ന ഒരു കോമ്പിനേഷൻ വേണമെന്നുണ്ട് കേട്ടോ. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എന്തായാലും നമ്മൾക്ക് വളരെ വാല്യുബിൾ ആയ ഒത്തിരി കാര്യങ്ങളാണ് സാറിൽ നിന്ന് കിട്ടിയത്. അപ്പൊ സാറിന്റെ വിലപ്പെട്ട സമയം നമുക്കറിയാം. ഇത്തരത്തില് ഈ ഓരോ സംശയങ്ങളും കാര്യങ്ങളും ഇത്തരത്തിൽ തീർക്കാനുള്ളതല്ല, അതൊരോ ടോപ്പിക് ആയിട്ട് കിട്ടേണ്ടതാണ്. ഇപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ കിട്ടുന്നതോട് കൂടി നമുക്ക് എവിടെ എത്തില്ല. ഇപ്പൊ നമ്മൾക്ക് കിട്ടിയ കാര്യം ഇപ്പൊ ജോയിന്റ് ഹെൽത്ത് ആ നാട്ടിലത്തെ ആമോദം കൺവെൻഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ കിട്ടി. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഒത്തിരി ആളുകള് ഇന്ന് മനസ്സാഗ്രഹിക്കുന്ന ശരീരം എത്താതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾക്ക് മാറ്റിയെടുക്കാനും മറ്റുള്ള ആളെ സഹായിക്കാനും നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന വാല്യുബിൾ ആയ ഇൻഫർമേഷൻ ആണ് സാറ് തന്നിട്ടുള്ളത്. അപ്പൊ സാറിന് നമുക്ക് എന്ത് ചെയ്യാം? ചാറ്റ് ബോക്സിൽ ആ താങ്ക്സ് നമ്മൾ അറിയിക്കണം. സാറിന്റെ വിലപ്പെട്ട സമയം, ഇന്ന് ഒത്തിരി തിരക്കുള്ള വ്യക്തിയാണ് രാകേഷ് മാധവൻ സാറ്. ആ തിരക്കൊക്കെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഹെൽത്തി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ വാല്യുബിൾ സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്മാനത്തിന് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഇത് എന്താണ്, അതിലേക്കാണ് നമ്മൾ ഈ ഒരു കോൺട്രിബ്യൂഷൻ. അതിന് അദ്ദേഹത്തിന് നമ്മൾ ചാറ്റ് ബോക്സിൽ ഹൃദയം നന്ദി നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇത്രമാത്രം വാല്യൂ ഉള്ളതാണ്. അപ്പൊ ശരിക്കും താങ്ക് യു സോ മച്ച് സാർ. ഇന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് വാല്യുബിൾ ആയ ഒരുപാട് അറിവാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ലൈഫ് സ്റ്റൈലിന്റെ മോഡിഫിക്കേഷൻ ആയിക്കോട്ടെ, ഒന്നുകൊണ്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വാല്യുബിൾ ആയ ഇൻഫർമേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്താ പറയാന്നറിയില്ല പറയാനൊന്നും പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ് നമ്മളെ കാൽമുട്ട്. അപ്പൊ